പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കിടന്ന് കുരയ്ക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും വീണ്ടും കാര്യമായി എന്തോ വാങ്ങിയെടുക്കാനുള്ള ശ്രമമാണെന്ന് തോന്നും ഈ കുര കണ്ടാൽ. അഫ്ഗാൻ ഇന്ത്യ ബന്ധം കാബൂളിൽ നിന്നും ന്യൂഡൽഹി വരെ എത്തിയത് പാക്കികൾക്ക് അത്ര കണ്ട് പിടിച്ചിട്ടില്ല. അഫ്ഗാന്റെ കൂറുമാറി എന്ന് വലിയ വായിൽ കരഞ്ഞു വിളിക്കുകയാണ് ഇപ്പോൾ ഖ്വാജ. അഫ്ഗാന്റെ വിദേശകാര്യമന്ത്രി മുത്താഖി ഡൽഹിയിൽ ഇരുന്ന് പാകിസ്ഥാനെ വിരട്ടാൻ ശ്രമിക്കുകയാണെങ്കിൽ തങ്ങൾ തിരിച്ച് പ്രതികരിക്കുമെന്നവരെ ഭീഷണിപ്പെടുത്തി. പക്ഷെ കരഞ്ഞാണ് പറയുന്നത്. അഫ്ഗാൻ മണ്ണിൽ നിന്നും സമീപകാലത്തായി അതിർത്തി കടന്നെത്തുന്ന ആക്രമണങ്ങൾ ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണെന്നും ഖ്വാജ പറയുന്നു. അഫ്ഗാൻ വഴി ഇന്ത്യ തങ്ങളുടെ പരാജയത്തിന്റെ നാണക്കേട് മറയ്ക്കാൻ ശ്രമിച്ചാൽ ഇരു രാജ്യങ്ങളും മറുപടി അറിയുമെന്നാണ് ഖ്വാജയുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഭീഷണി. ഭീഷണിപ്പെടുത്തുന്ന കാര്യം ചെയ്തു കാണിക്കുന്ന ചങ്കൂറ്റമുള്ള രാജ്യവും പ്രതിരോധ മന്ത്രിയും സർക്കാരുമാണെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ ഇവിടെ വായിൽ കൂടി ഭീഷണിയും ശരീരഭാഷയിൽ വിറയിലും കരച്ചിലുമൊക്കെയാണ് പാക് പ്രതിരോധ മന്ത്രിയുടെയും സർക്കാരിന്റെയും ഒക്കെ മുഖലക്ഷണം. ഇത് വെറും പറച്ചിലാണ്, വാചകമടിയാണ് വർഷങ്ങളായി. അതാണ് വെറുതെ കിടന്ന് ഇന്ത്യയെ ചൊറിയുന്നത്. കാബൂൾ വഴി തങ്ങളുടെ പരാജയത്തിന്റെ നാണക്കേട് മറയ്ക്കാൻ ഇന്ത്യ ശ്രമിച്ചാൽ, അതാണ് വാക്ക്. കാബൂൾ വഴി തങ്ങളുടെ പരാജയത്തിന്റെ നാണക്കേട് മറയ്ക്കാൻ. എന്താണ് പരാജയം? ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ വിജയകരമായി ജയിപ്പിച്ച് പാകിസ്ഥാനിലെ 10ഓളം സൈനിക വിമാനങ്ങളും തകർത്ത ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ ഒരു നാണവുമില്ലാതെ പാക് പ്രതിരോധ മന്ത്രി പറയുകയാണ് തങ്ങളുടെ പഴയ പരാജയത്തിന്റെ നാണക്കേട് മറയ്ക്കാൻ ഇന്ത്യ ശ്രമിച്ചാലെന്ന്. എന്താകുമെന്ന് ഇന്ത്യയും അഫ്ഗാനും അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഡൽഹിയിൽ ഇരുന്ന് ഇപ്പോൾ പ്രസ്താവനകൾ നടത്തുന്നു. അദ്ദേഹം ഇന്ത്യയുടെ അനുവാദത്തോടെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. കാരണം അത് കേട്ടാൽ തോന്നും ഇന്ത്യയേക്കാൾ പേടി പാകിസ്ഥാൻ അഫ്ഗാനെയാണ്. പാകിസ്ഥാൻ ഇന്ത്യ അഫ്ഗാൻ അതിർത്തിയിൽ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ വിവരിക്കുന്നതിനും കേട്ടതിനും കണ്ടതിനും ഒക്കെ അപ്പുറമാണെന്ന് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി തെളിവുകൾ നിരത്തി ഇന്ത്യയോട് വിവരിക്കുമ്പോൾ ഖ്വാജ ആസിഫ് തിരിച്ചു പറയുന്നത് മുൻ ISI മേധാവി ജനറൽ ഫൈസൽ അമീദ് ഒരു താലിബാൻ നേതാവിന് ഒരു ബുള്ളറ്റ് പ്രൂഫ് കാർ കൊടുത്തു എന്നാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? ഒന്ന് ചോദിക്കുമ്പോൾ ഉത്തരം മറ്റൊന്ന്. പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നെന്ന് കുറെ കാലമായി പാകിസ്ഥാൻ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അഫ്ഗാൻ മണ്ണിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന മൊത്തം പാകിസ്ഥാനാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. താലിബാൻ ഭരണകൂടം അവിടെ അഫ്ഗാൻ സർക്കാരിനോട് യുദ്ധത്തിലായിരുന്നപ്പോഴും ഇതേ പരിപാടി തന്നെയാണ് പാകിസ്ഥാൻ നടത്തിയിരുന്നത്. താലിബാൻ അവിടുത്തെ ഭരണം പിടിച്ചെടുത്ത് 3-4 വർഷമായിട്ടും ഇപ്പോഴും പാകിസ്ഥാൻ അഫ്ഗാൻ മണ്ണിൽ ഒന്ന് കടന്നു കയറാനുള്ള ആ കൊതി മാറ്റിയിട്ടില്ല. അഫ്ഗാനിലെ താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി ഡൽഹി സന്ദർശിച്ചതാണ് ഇപ്പോൾ പാകിസ്ഥാനെ കൊണ്ടുപിടിച്ച് ചൂടാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോട് കളിക്കുന്നത് നിർത്തണമെന്ന് മുത്താഖി ഡൽഹിയിൽ വെച്ച് ആവശ്യപ്പെട്ടിരുന്നത്. എന്തുകൊണ്ടാണ്? ഡൽഹിയിൽ വന്നാൽ കൃത്യമായ പരിരക്ഷ കിട്ടുമെന്ന് മുത്താഖിക്ക് അറിയാം. അഫ്ഗാനിൽ തീവ്രവാദ കേന്ദ്രങ്ങളില്ല, തീവ്രവാദ പരിശീലന ഇടങ്ങളില്ല. അഫ്ഗാനിൽ ഇപ്പോൾ തീവ്രവാദികളോ ഭീകരവാദികളോ ഇല്ല. 4 വർഷം കൊണ്ട് തങ്ങൾ എല്ലാത്തിന്റെയും വേരറുത്തുവെന്ന് മുത്താഖി ഇന്ത്യയിൽ വന്ന് ഔദ്യോഗികമായാണ് പ്രഖ്യാപിച്ചത്. എന്നിട്ടാണ് പാകിസ്ഥാൻ നടത്തുന്ന വൃത്തികെട്ട തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ മുത്താഖിയുടെ ഈ ഒരു പരാമർശം. അതിലാണ് പാകിസ്ഥാനും ഖ്വാജ ഖാനും ഒന്നും പിടിക്കാത്തത്. അഫ്ഗാനെ അധികം പ്രകോപിപ്പിക്കരുതെന്നും തങ്ങൾ ഒരു നയതന്ത്ര പാതയാണ് ആഗ്രഹിക്കുന്നതെന്നും പാകിസ്ഥാന് അഫ്ഗാൻ മന്ത്രി നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അത് പാകിസ്ഥാൻ കേട്ടില്ല. അതിർത്തികളിൽ നിരന്തരം ആക്രമണങ്ങൾ, വിഘടനവാദ പ്രവർത്തനങ്ങളൊക്കെ അഫ്ഗാന്റെ മനസ്സമാധാനം കെടുത്തുകയാണ്. അത് ചെയ്യുന്നത് പാകിസ്ഥാനും. ഇന്ത്യയിലും അതേ റൂട്ട് തന്നെയാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ വഴി തന്നെയാണ് പാകിസ്ഥാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഖ്വാജ യൂസഫിന്റെ ഇത്തരം പുലമ്പലുകളെ അത് അതിൻ്റെതായ രീതിയിൽ മാത്രം കണ്ടാൽ മതി. ഇനി ഇന്ത്യയോട് കളിച്ചാൽ, ഇനി അഫ്ഗാനോട് കളിച്ചാൽ പ്രതികരിക്കുക അവിടെ നിന്ന് അഫ്ഗാനും ഇവിടെ നിന്ന് ഇന്ത്യയുമായിരിക്കും. അത് ഒരേ സമയമായിരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്, മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച